ഹലോ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നിപ്പോൾ ഞാൻ വീഡിയോസായിട്ട് വന്നിരിക്കുന്നത് എനിക്കൊരു മനസ്സിൽ ഭയങ്കര സന്തോഷമുള്ള ദിവസം കേട്ടോ. കാരണം നമ്മളെക്കൊണ്ട് സാധിക്കാത്ത കാര്യം നമ്മൾക്ക് അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വേറൊരാൾ ഹെൽപ്പ് ചെയ്യുമ്പോൾ അത് നമുക്ക് എന്താ പറയുക, നമ്മളൊരാളുടെ ഒരു കാര്യം ചെയ്യാമെന്ന് പറയണതൊക്കെ എന്താ പറഞ്ഞത് നിങ്ങൾക്കെല്ലാം മനസ്സിലാവും. എനിക്കൊന്നും മനസ്സിലായില്ല ഞാൻ എന്താ പറയണതെന്ന്. എനിക്ക് വാക്കുകളൊന്നും കിട്ടണില്ല. എന്നെ സംബന്ധിച്ചിട്ടുണ്ടല്ലോ നല്ല സന്തോഷമുള്ള ദിവസമാണ്. നമ്മുടെ ജീവകാരുണ്യ പ്രവർത്തകനും സാഹിത്യകാരനൊക്കെ ആയിട്ടുള്ള ഫാദർ ടോണി മേദല, അദ്ദേഹം വളരെയേറെ ആളുകളെ സഹായിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു നല്ല ഒരു മനുഷ്യനാണ്. ഫാദർ എന്നെ നേരത്തെ ഒരിക്കൽ ഞാൻ കോണ്ടാക്ട് ചെയ്തപ്പോൾ ഫാദർ പറഞ്ഞിരുന്നു, റംസി നിനക്ക് സഹായിക്കാൻ പറ്റുമെങ്കിൽ ഡ്രസ്സോ കാര്യങ്ങളോ എന്തെങ്കിലും, പാവപ്പെട്ട ഒരുപാട് രോഗികൾ, സാധാരണക്കാരായ മനുഷ്യർ ഒരുപാട് ഒരു ഡ്രസ്സൊക്കെ ആവശ്യമുള്ള ഒരുപാട് പേരുണ്ടെന്ന് എന്നോട് പറഞ്ഞിരുന്നു. അന്നൊക്കെ ഞാൻ കുവൈറ്റിലേക്ക് പോണ ആ ഒരു സമയത്തൊക്കെ എനിക്ക് ഒന്നും ചെയ്യാനൊന്നും പറ്റിയില്ല. അത് മാത്രമല്ല, തലക്ക് വെളിവുണ്ടായിരുന്നില്ല. കടം കയറി പിരാന്തായി തലക്ക് വെളിവില്ലാണ്ട് ആകെ ഒരു സൈസ് അവസ്ഥയിലായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഒന്നും പറയാൻ പറ്റില്ല. ഫാദറിനോട് പറയാം, ഫാദർ ഇപ്പോഴത്തെ എൻ്റെ ഒരു സാഹചര്യം അത്ര മോശമാണ്. പലിശ ബാങ്കിലും സൊസൈറ്റിയിൽ ഇവിടുന്ന് മറ്റൊരുത്തിൽ നിന്ന് ഇവിടുന്ന് സ്വർണം അങ്ങനെ ഇങ്ങനെയൊക്കെ കടം വാങ്ങിച്ചിട്ട് ആകെ ഒരു ഭ്രാന്ത് പിടിച്ചിരിക്കണം. ഒരു രൂപ നമുക്ക് ഒരാളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യം. ഇപ്പോഴും ലോണൊക്കെ അങ്ങനെ തന്നെ ഉണ്ട്, ഒന്നും തീർന്നിട്ടൊന്നുമില്ല. പക്ഷേ എനിക്ക് തോന്നി ഫാദറിനെ അങ്ങോട്ട് വിളിക്കാം. എന്താണ് ഉദ്ദേശിച്ചത്. ഇനിയിപ്പോൾ പഴയ ഡ്രസ്സൊക്കെ ആണെങ്കിൽ കുറേ ആൾക്കാരോട് കളക്ട് ചെയ്തിട്ട് കൊണ്ടു കൊടുക്കാം. ഫാദർ പഴയ ഡ്രസ്സ് വേണ്ട, അപ്പോഴത്തെ കാലത്ത് ആരെങ്കിലും പഴയ ഡ്രസ്സൊക്കെ ഇടും. അപ്പോൾ പുതിയ ഡ്രസ്സ് ഉണ്ടെങ്കിൽ ഒരു 2-3 നൈറ്റി, സാരി, ചുരിദാർ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ, കൊട, ബാഗ് അങ്ങനെയൊക്കെ കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ കൊണ്ടുവരാമെന്നൊക്കെ പറഞ്ഞു. എല്ലാം നമുക്ക് സാധിക്കില്ല. അപ്പോൾ എനിക്ക് അറിയാവുന്ന ഒരു കടയിലേക്ക് വിളിച്ചിട്ട് ഇങ്ങനെ ചോദിച്ചു, ഇങ്ങനെ ഫാദർ പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ, അങ്ങോട്ട് പോരാ മോള് വാ, അവിടെ നമുക്ക് ഉള്ളതിനനുസരിച്ച് കൊടുക്കാമെന്ന് പറഞ്ഞു. ഞാൻ അന്ന് കടയിൽ പോയി കടയിൽ നിന്ന് കുറച്ച് ഡ്രസ്സുകളൊക്കെ തന്നോട്ടു. ഞാൻ കാണിച്ചു തരാവേ. ചുരിദാറിൻ്റെ മെറ്റീരിയൽസ്, ചുരിദാറുകൾ, സാരികൾ അങ്ങനെ തന്നു വിട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫാദറിനെ വിളിച്ചു. ഫാദർ ഇങ്ങനെ എല്ലാം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഫാദറെ ഞാൻ ഡ്രസ്സുണ്ട് കൊണ്ട് തരുന്നപ്പോൾ അദ്ദേഹം ആശ്രമ സ്കൂളിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള സ്നേഹാലയയുടെ ഇത് തന്നു, അഡ്രസ്സ് തന്നു. അവിടെ കൊണ്ടുപോയി കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അപ്പം ഞാനിത് കൊടുക്കണത് എൻ്റെ കാശ് മുടക്കി വാങ്ങിച്ചിട്ട് കൊടുക്കണമെന്നുള്ളൂ. ഒരിക്കൽ എനിക്ക് ഹെൽപ്പ് ചെയ്ത് ഞാൻ കൊണ്ട് കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഒരു ഇടനിലക്കാരിയായിട്ട് നിൽക്കണമെന്നുള്ളൂ. കൊടുത്തതൊക്കെ കടയിലേക്കായാണ്. പക്ഷെ ഞാനിത് ഇടാൻ കാരണം, നമ്മളൊക്കെ എന്തോരം പൈസകൾ അനാവശ്യമായിട്ട് ടൂറായിട്ടും എന്താ പറയുക, ചുമ്മാ അനാപത്തായിട്ട് ചിലവാക്കിക്കളുള്ള ഒരുപാട് കാശ്. അത് നമ്മൾ പാവപ്പെട്ടവരെ സഹായിക്കുക, ഉപയോഗിക്കുക, എത്തിമക്കളെ സഹായിക്കുക, എത്തിമക്കൾക്ക് എന്തെങ്കിലും കൊടുക്കുക, വിധവകളെ സഹായിക്കുക. അതൊക്കെ ഒരു 100 രൂപയാണെങ്കിൽ പോലും അത് കൊടുക്കുമ്പോൾ നമുക്ക് അതിനുള്ള ബർക്കത്ത് അള്ളാഹ് തരുമെന്ന് വിചാരിക്കുന്ന ഒരാളാണ്. അത് എന്താ പറയുക, ഫാദർ ചെയ്യണ ജാതിമത ഭേദം തന്നെയാണ് കേട്ടോ. നമുക്ക് മുസ്ലിങ്ങളെന്നോ ക്രിസ്ത്യാനിന്നോ ഹിന്ദുവെന്നൊന്നുമില്ല. നമ്മൾ ഏതെങ്കിലും ഒരു മനുഷ്യന് ഫാദറിൻ്റെ അടുത്തൊരു സഹായം ചോദിച്ചാൽ അത് അദ്ദേഹം ചെയ്യണം. അപ്പോൾ നമ്മളെപ്പോലുള്ള ആരെങ്കിലുമൊക്കെ ഇങ്ങനെ കൊണ്ടുപോയി കൊടുക്കുന്നത്, അത് അവർക്ക് കൊടുക്കുമ്പോൾ നമുക്കും അവരുടെ പ്രാർത്ഥനയിൽ ഒരു പങ്ക് കിട്ടുമെന്ന് വിചാരിക്കണു. ഞാനിപ്പോൾ ഇത് കൊടുക്കണോണ്ട് അവളിത് കൊടുക്കണോണ്ട് വീഡിയോ ഇട്ട് അവൾ കൊടുത്തേക്കണത് ആൾക്കാരെ കാണിച്ചിട്ട് എന്താണെന്നൊക്കെ ചോദിക്കും. ഞാനിത് കാണിക്കണത് തന്നെ, നമ്മളിപ്പോൾ ഇതിനകത്ത് 16,000-ഓളം ഫോളോവേഴ്സുള്ളൊരു ഫേസ്ബുക്ക് ചാനലാണല്ലോ. അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും ഒരാൾക്ക് തോന്നിയാലോ കുഴപ്പമില്ല, അവരൊക്കെ കൊടുക്കണ്ടല്ലോ. നമുക്കും ഒരു 2 ജോഡി ഡ്രസ്സൊക്കെ വാങ്ങിച്ച് കൊടുത്താലോ. അല്ലേ വേണ്ട, ഒരു കൊട, ഒരു ബാഗൊക്കെ 600-400 വിലക്ക് ഒതുങ്ങുന്ന സാധനമല്ലേ. അപ്പോൾ അത് കൊടുത്താലോ. അത് എങ്ങനെ മടി പിടിച്ചിരിക്കുന്നവരുണ്ടാവുമല്ലോ, അവർക്ക് തോന്നിയാലോ. അതൊക്കെ വേണ്ടിയിട്ട് അതിപ്പോൾ ഞാൻ കൊടുത്തില്ലെങ്കിലും കൊടുക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടെന്ന് നമുക്കറിയാം. എൻ്റെ പഠിച്ചതിന് ഒരുപാട് നല്ല മനുഷ്യരുള്ള നാടാട്ടോ നമ്മുടെ. അതൊക്കെ കൊറോണ വന്നപ്പോഴും വെള്ളപ്പൊക്കം വന്നപ്പോഴൊക്കെയാണ് അതൊക്കെ മനുഷ്യരുടെ നമ്മൾ ഉദ്ദേശിക്കുന്ന അല്ലാത്ത നല്ല മുഖങ്ങൾ ആളുകൾ കാണുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷനിലൊക്കെയാണ് മനുഷ്യനെ ഹെൽപ്പ് ചെയ്യേണ്ടതും. അപ്പോൾ ഇപ്പോൾ മഴക്കാലമാണ്, കുട്ടികൾക്ക് ഡ്രസ്സ് ഇപ്പോൾ ഇല്ലാത്ത ഉള്ളവർ 1-2 ഉള്ളവർക്ക് മാറിയിടാനൊന്നും ഡ്രസ്സില്ലല്ലോ. അപ്പോൾ നമ്മളെക്കൊണ്ട് പറ്റണത്, ഇപ്പോൾ ഞാൻ ഒരാൾ കൊടുക്കുമ്പോൾ ഞാനല്ല കേട്ടോ കൊടുക്കണേ, എനിക്കൊരിക്ക
സദക്ക ചെയ്തത്, അതായത് എന്നോട് കൊടുത്തേക്കാൻ പറഞ്ഞുകൊണ്ട് തന്നേക്കുന്നതാണ്. കാരണം ഞാൻ അയാളുടെ പേര് വെളിപ്പെടുത്താൻ താല്പര്യമില്ല, ഞാൻ കൊടുക്കണത് ആരും അറിയണമെന്നും താല്പര്യമില്ല എന്ന് എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു പേര് പറയാം എന്ന് പറഞ്ഞപ്പോൾ വേണ്ട, പറയണ്ട, മോള് കൊണ്ടുപോയി കൊടുത്തോ എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയും നല്ല മനുഷ്യരുണ്ട്. അപ്പോൾ അതുങ്ങൾക്ക് അള്ള അതിനുള്ള ബർക്കത്ത് കൊടുക്കട്ടെ, ഞാൻ അത്ര പറഞ്ഞോളൂ. അവർ പ്രാർത്ഥനയിൽ ഉൾപ്പെടട്ടെ അയക്കായും. അപ്പം ഇതൊക്കെയാണ്. ഇനി ഞാൻ അവിടെ ഓഫീസിൽ ചെന്നിട്ട്, ഇന്ന് ഓഫീസ് അവധിയാണോ ഓപ്പൺ ആണോ എന്ന് അറിയില്ല. അപ്പം ഞാൻ ഫാദറിനെ ഒന്ന് വിളിച്ചിട്ട് അവിടെ ചെന്നിട്ട് ബാക്കി വീഡിയോ എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ എല്ലാവരും നമ്മളെക്കൊണ്ട് പറ്റുന്ന ഹെൽപ്പൊക്കെ ചെയ്യാമെന്ന് എനിക്ക് പറയാൻ പറ്റൂ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ, സീ യു.